നവാഗത പ്രതിഭകൾക്ക് ഇത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് പദമൂന്നി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ അവരത് കേട്ടില്ല. പക്ഷെ അവരത് കേൾക്കാതിരിക്കുമ്പം തീർച്ചയായിട്ടും ഇങ്ങനെ കടലിനക്കരെ നിന്ന് കേരളത്തെ ഇങ്ങനെ വളരെ ക്ലോസായി കാണുകയും കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന പ്രവാസികളാണ് ശരിക്കും ഈ ഇന്ത്യ പ്രസ് ക്ലബ്ബ് നോർത്ത് അമേരിക്കയുടെ പിന്നിൽ. അപ്പോൾ അവരുടെ ഒരു ആദരം എനിക്ക് വേണ്ട എന്നൊക്കെ എന്തിനു തീരുമാനിച്ചു എന്നെനിക്ക് അറിയില്ല. കാരണം നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനസമൂഹം വിദേശ നാടുകളിലെ മലയാളികളെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് പല കാര്യത്തിലും. നമ്മളിപ്പോൾ മുണ്ടക്കൈ ദുരന്തം മാത്രമല്ല, മറ്റ് കേരളത്തിൽ കോവിഡ് ഉണ്ടായപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഒക്കെ പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ അവരുടെ ഒരുപാട് പിൻബലം ഏറ്റുവാങ്ങിയവരും ഒക്കെയാണ്. എനിക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ ഈ റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിന് 34 കോടി രൂപ പെട്ടെന്ന് പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അല്ല അവിടെ ഏറ്റവും കൂടുതൽ പണം വന്നത്, അവിടെ ഇന്ത്യക്ക് പുറത്തു നിന്നായിരുന്നു.